കർക്കിടക തലേന്ന് നമ്മൾ അപ്പം ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണവന്മാർക്ക് വെച്ചു കൊടുക്കും. അമ്മമാർ അപ്പം ഇറച്ചി ഉണ്ടാക്കുന്ന തിരക്കിലാവുമ്പോൾ ഞങ്ങൾ കുട്ടികൾ പൂജയ്ക്ക് വേണ്ട തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ പറിക്കണ തിരക്കിലാവും. പൂജ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അപ്പം ഇറച്ചിയും കിട്ടുള്ളൂ. അതുവരെ തൊടാൻ സമ്മതിക്കില്ല അമ്മ. നെയ്യപ്പമൊക്കെ ചുടുമ്പോൾ അമ്മ ഓടിക്കും നോക്കിയിരുന്നാൽ. അപ്പം നന്നാവില്ല അത്ര നോക്കിയിരുന്നാൽ. എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കുട്ടികളാവുമ്പോഴുള്ള കഥയാട്ടോ. ഞങ്ങൾ വലുതായപ്പോൾ കഥയും മാറി. കൂട്ടുകുടുംബ സെറ്റപ്പെന്ന് മാറിയപ്പോൾ ചടങ്ങും ചെറുതായി. സംക്രാന്തി പൂജയൊക്കെ വെറും പേരിനായി. പറഞ്ഞ് കുറച്ചധികം കാലം ഞങ്ങൾ പിന്നോട്ട് പോയി. ഇനി നമുക്ക് പ്രസൻറ്റിലേക്ക് വരാം. ഇത്തവണത്തെ സംക്രാന്തി പൂജയ്ക്ക് ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടി. പണ്ടത്തെ നിഷ്കളങ്കത കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ വീണ്ടും പഴയ കുട്ടികളായി മാറിയിട്ടോ. പഴംപൊരിയും ബീഫും പോലൊരു വെറൈറ്റി കോമ്പിനേഷനാണ് കേട്ടോ ഉണ്ണിയപ്പം ചിക്കൻ കറിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.